ഹലോ, എല്ലാവർക്കും സുഖമാണോ? ഇന്ന് ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാമേ. നമുക്കറിയാം, ഈ പ്രപഞ്ചത്തിൽ ഊർജമുണ്ട്. ഊർജ സ്രോതസ്സാണ് പ്രപഞ്ചം. അതുപോലെ തന്നെ എല്ലാ ജീവജാലങ്ങളിലും എനർജിയുണ്ട്, ഊർജമുണ്ട്. ഈ എനർജിക്കൊരു വൈബ്രേഷനുണ്ട്. അപ്പോൾ നമ്മളുടെ എനർജിയുടെ ആ വൈബ്രേഷണൽ ഫ്രീക്വൻസി യൂണിവേഴ്സിൻ്റെ വൈബ്രേഷണൽ ഫ്രീക്വൻസി ആയിട്ട് മാച്ച് ആവുമ്പോൾ മാത്രമേ ലോ ഓഫ് അട്രാക്ഷൻ പോലെയുള്ള കാര്യങ്ങൾ സാധ്യമാകുകയുള്ളൂ. അപ്പം നമ്മളുടെ ഈ ഒരു എനർജിയുടെ വൈബ്രേഷൻ അത് ഉയർത്തിക്കൊണ്ട് വരണമെങ്കിൽ നമ്മൾ ജീവിതത്തിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന്, നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക. ഗ്രാറ്റിറ്റ്യൂഡ്. എല്ലാത്തിനും നമ്മൾ നന്ദി പറയുക. രാവിലെ ഉണർന്നെണീക്കുമ്പോൾ തന്നെ ഈ പ്രപഞ്ചത്തോട് നമ്മൾ നന്ദി പറയുക, ഒരു ദിവസം കൂടെ നമ്മുടെ ജീവിതത്തിൽ തന്നതിന്. നമ്മൾ തലേ ദിവസം ഉറങ്ങാൻ കിടക്കുമ്പോൾ പിറ്റേ ദിവസം ഉണർന്നെണീക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പും ഇല്ല, അല്ലേ? അപ്പോൾ ഒരു ദിവസം കൂടെ ഈ ഭൂമിയിൽ കിട്ടിയതിന്, ഇത് ഈ ഭൂമിയിലെ ജീവജാലങ്ങളെയെല്ലാം കാണാൻ സാധിച്ചതിൽ, നമ്മുടെ ബന്ധുമിത്രാദികളെയൊക്കെ ഒരിക്കൽ കൂടി കാണാൻ സാധിച്ചതിന്, അതിനുള്ള ഭാഗ്യം തന്നതിന് ഈ പ്രപഞ്ചത്തോട് നമ്മൾ മനസ്സ് നിറഞ്ഞ് നന്ദി പറയുക. നമുക്ക് കിട്ടിയ എല്ലാ നല്ല അനുഭവങ്ങൾക്കും നമ്മൾ നന്ദി പറയുക. ലോ ഓഫ് അട്രാക്ഷനിൽ പറയുന്നത്, നമ്മൾ ഒരിക്കലും ഇല്ലായ്മയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടേ ഇരിക്കരുത്. നമ്മൾ ഉള്ളതിനെക്കുറിച്ച്, നമുക്ക് കിട്ടിയ ഉപകാരങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ വിചാരിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, നമ്മൾക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അതാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കലും നെഗറ്റീവിനെ നമ്മൾ അട്രാക്റ്റ് ചെയ്യരുത്. നെഗറ്റീവിനെ അട്രാക്റ്റ് ചെയ്യരുതെങ്കിൽ നമ്മൾ നെഗറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കാതിരിക്കുക. എല്ലാത്തിനും നന്ദിയുള്ളവരായിരിക്കുക. അപ്പോൾ നമ്മുടെ മനസ്സ് സന്തോഷം കൊണ്ട് നിറയും. നമ്മൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക, ബാക്കി എല്ലാത്തിനെയും വിട്ടേക്കൂ. അപ്പോൾ കൂടുതൽ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഓരോ ദിവസവും തുടങ്ങുന്നത് തന്നെ പ്രപഞ്ചത്തോട് നിങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ടായിരിക്കണം. മറ്റൊന്ന്, ക്ഷമിക്കാൻ പഠിക്കുക. നമ്മളോട് പല രീതിയിൽ പെരുമാറുന്നവർ കാണും. ദേഷ്യപ്പെടുന്നവർ കാണും, അല്ലേ? പൊട്ടിത്തെറിക്കുന്നവർ കാണും. പല രീതിയിൽ നമ്മളെ മാനസികമായിട്ട് ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്നവർ കാണും. അപ്പോൾ തിരിച്ച് നമ്മൾ പറയില്ലേ, അതേ നാണയത്തിൽ തിരിച്ചടിക്കുക എന്ന് പറയില്ലേ? അങ്ങനെ ചെയ്യാതെ, അത് അവരങ്ങനെ ചെയ്തെങ്കിൽ, അവർ നമ്മളോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ നമ്മളോട് പൊട്ടിത്തെറിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ മാനസികാവസ്ഥ അനുസരിച്ച് അവരത് ചെയ്തു എന്ന് നമ്മൾ ഒരു നിമിഷം നമ്മൾ അത്രയും നമ്മൾക്ക് ചിന്തിക്കാൻ പറ്റിയാൽ തന്നെ അത് നമ്മുടെ ജീവിതത്തിലെ വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ മാനസികമായി അത്രയും ഉയർന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ട് തിരിച്ച് അവരോട് ക്ഷമിക്കാൻ പഠിക്കുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ വളരെ വലുതായിരിക്കും. അപ്പോൾ ഇന്ന് തൊട്ട് നിങ്ങൾ ഈ 2 കാര്യങ്ങൾ ഒന്ന് ശീലിച്ച് നോക്കിക്കേ. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നല്ല ഗുണകരമായ മാറ്റങ്ങൾ കാണുവാൻ സാധിക്കും. ഒന്ന്, നന്ദി പറയുക. മറ്റേത്, ക്ഷമിക്കാൻ പഠിക്കുക. എല്ലാത്തിനും നമ്മൾ പുറത്തോട്ടിറങ്ങുമ്പോൾ ഒരു ചെടി നിറച്ച് പൂക്കൾ വിടർന്ന് നിൽക്കുന്നത് കണ്ടു, അതിനും പ്രപഞ്ചത്തോട് നന്ദി പറയുക. അത്രയും നല്ലൊരു കാഴ്ച നമ്മൾക്ക് സമ്മാനിച്ചതിന്. അങ്ങനെ എല്ലാത്തിനും നന്ദിയുള്ളവരായിരിക്കുക, ക്ഷമയുള്ളവരായിരിക്കുക. തിരിച്ച് നമ്മളോട് ദേഷ്യപ്പെടുന്നവരോടും പൊട്ടിത്തെറിക്കുന്നവരോടുമെല്ലാം അങ്ങോട്ട് ക്ഷമിക്കാൻ പഠിക്കുക. അപ്പോൾ തന്നെ നമ്മൾ മാനസികമായിട്ട് വളരെയേറെ ഉയർന്നു കഴിഞ്ഞു. ലോ ഓഫ് അട്രാക്ഷൻ പോലെയുള്ള കാര്യങ്ങൾ അത്രയും ഉയർന്ന മാനസികാവസ്ഥയിൽ നമുക്ക് സാധിക്കും.